ചേട്ടാ, ചേട്ടന് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ സൂചിക്ക് അറിയത്തില്ലല്ലോ. വേദനിക്കുന്നു, നീ പതുക്കെ ചെയ്യ. തീർന്നു. എന്താടാ ഇതിനെന്താ ഇത്ര വേദന? എടാ അന്ന് അവള് പച്ച കുത്തിയപ്പോ എന്തൊരു സുഖമായിരുന്നു. ആനമയൊക്കെ അടിച്ച് ബോധമില്ലാതെ കിടന്നിട്ടിരുന്ന് പറയുന്ന കേട്ടില്ലേ? തീർന്നു. ചേട്ടാ, അന്ന് നെഞ്ചിൽ മാത്രമല്ല, എവിടെ കുത്തിയാലും ചേട്ടൻ അറിയത്തില്ലായിരുന്നു. തീർന്നു. നോക്ക് കണ്ടോ, ഇച്ചിരി കൂടി ഇപ്പൊ ശരിയാക്കാം. കണ്ട കുത്തിക്കഴിഞ്ഞു. തീർന്നു. എന്താടാ എഴുതിയത്? പരമേശ്വരൻ മുത്തുമണി. എടാ അതെവിടാ? ഏത്? എടാ ചീട്ടിന്റെ അകത്തുള്ള ആടുതനല്ലേ, അത് വരച്ചൊരു അമ്പ് കയറ്റി വിട്. അതിന് ഇനിയും കാശാകുമല്ലോ. നീ ആദ്യം എഴുതടാ. എന്നാ ഒരു കാര്യം ചേട്ടാ, ആടത്തിനകത്തൂടെ അമ്പ് വരച്ചാലും ഡൈമനകത്തൂടെ വരച്ചാലും ജോഡിപ്പൊരുത്തം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയില്ലേ? എടാ നീ ഇപ്പൊ മേടിക്കും എന്റെ കയ്യിൽ നിന്ന്. ചൂടാകാതെ. ആ പെണ്ണിന്റെ പേരിൽ അഴക്, ഇത് ചേട്ടനെ അഴകല്ലേ? കുത്തടാ. അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ. അഴകേ നിൻമിഴി നീർമണിയിൽ വരുതേ. കരളേ നീ എൻ്റെ നാവിൽ പൊഴിക്കരുതേ. കുങ്ങി വിരകന്നു ഉൾമയിൽ കൂങ്ങിയെന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കില്ല. ഒരു മുകിലിനു മഴയിതളേകിയ പൂനിറയഴകിനു ഈ കിളവിയോട് കിഴങ്ങേറി വെക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്താടാ അത്? ഏത്? നെഞ്ചത്തെ എഴുത്തിന്റെ എണ്ണം കൂടിയ പോലുണ്ടല്ലോ. ഒന്നുമില്ല ചിറ്റപ്പാ. ഒന്ന് കാണട്ടെ. എന്താ ഇത്? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനെ ഷർട്ട് മാറ്റി നോക്കുന്നോ? ഒന്ന് കണ്ണടച്ച മുണ്ട്. ഞാൻ പറയുന്നില്ല. എന്തിനാടാ ഇത്രക്ക് ചൂടാവുന്ന? അതെ കിളവി, കാശ് വല്ലതും ഉണ്ടോ? കാശ് വെച്ച് ചട്ടകം പഠിപ്പിച്ച് കാലം വെക്കും. പോടാ. എടാ നിക്ക്, ഞാനും വരുന്നു. എങ്ങോട്ട് വരുവാന്ന്? 1000 ജോലിയുണ്ട്. പോകുന്നിടത്തെല്ലാം നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ? ആ വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നുകൂടെ നിങ്ങക്ക്? എന്റെ കൂടെ വരണമെന്ന്. വാട കൊച്ചാപ്പി പോവാ. ശിവാനന്ദേട്ടനെ കൊണ്ടുപോകുന്നില്ലേ? കണ്ടില്ലേ തള്ളേ, എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുമല്ലോ. ഇനി എന്തായാലും അവൻ എന്നെ പോലെ ആവില്ല. അവൻ നന്നായി വരും, നോക്കും. ശരിയാണടാ മോനെ. ചുമ്മാ പറഞ്ഞതല്ല, അതിന്റെ കിടപ്പ് അങ്ങനെ. അവൻ പുറകെ വരുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതെ വാ. തിരിഞ്ഞു നോക്കണ്ട. വെടി വെച്ചാ കിളവയ്ക്ക് കേൾക്കത്തില്ല, പിന്നെ ഷൂ ഷൂ എന്ന് പറഞ്ഞ കേക്കുന്നേ. നീ പാമ്പ് പോലെ ചീറ്റാതെ. മുത്തുമണി ചുമ്മാതിരിക്കടാ. ഞാൻ ഒരു മണ്ടനാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ശബ്ദ മലിനീകരണം ഒരിക്കലും പാടില്ല. പ്രേമത്തിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. നീ പോയി വിളിക്ക്. മുത്തുമണി, എടി സുന്ദരി, എടി മുത്തുമണി, മുത്തേ. എടി കറമ്പി, നിന്നെ തന്നെയാ. കറമ്പിന്നോ? നിന്നെ ചേട്ടൻ വിളിക്കുന്നുണ്ടല്ലേ, എന്താണെന്ന് ചോദിച്ചൂടെ? എന്താ? ഇതിനു വേണ്ടിയാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ. എടി നീ അമ്പലത്തിലേക്ക് വരുന്നോ? ശൃംഗരിച്ചത് മതി, പോകാം വാ. നീ ജയനെ പോലെ മസിൽ പിടിക്കാതെ. ചേട്ടനെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? പക്ഷെ അവൾക്ക് എന്റെ അത്ര വിവരമില്ലല്ലോ. 9ാം ക്ലാസ്സിൽ അവള് തോറ്റുപോയതല്ലേ. എന്താ വേണ്ട? അറിഞ്ഞോണ്ട് ആരെങ്കിലും ചെയ്യുവോ? ചിറ്റപ്പന്റെ തോടി കിടന്നല്ല ഞാൻ വളർന്നത്. ആ ചിറ്റപ്പനെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? അതാ ദേഷ്യം വന്നപ്പോ നിന്നെ അടിച്ചത്. അതിന് നിന്റെ ആരോ ചത്തുപോയതുപോലെ നീ കിടന്ന് മൂങ്ങിക്കൊണ്ട് നിന്നാ എപ്പോഴും സംസാരിക്കുന്ന പോലെ നീ തന്നെ വന്ന് സംസാരിക്കണ്ടേ? വേണമെങ്കിൽ നീ ഇപ്പൊ എന്നെ അടിച്ചോ. ഇന്നാ അടിക്ക്. ഇവിടെ വേണ്ട, അടിച്ചോ. ഞാൻ നിന്നെ പോലെ ഒന്നും കിടന്ന് മൂങ്ങില്ലടി. ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ച? ഇനി നീ തനിച്ചാണെന്നുള്ള വിചാരമൊന്നും വേണ്ട, ഞാനുണ്ടല്ലോ കൂടെ. കുടിച്ചിട്ട് പിച്ചുമ്പയും പറയുന്നല്ലോ. എന്താടി ഇത്? ഏതു നേരം എല്ലാരും ഒരുപോലെ ഇരിക്കുവോ? എന്നെങ്കിലും ഒരു ദിവസം വട്ട് പിടിക്കണമല്ലോ. എനിക്കാണെങ്കിൽ ഇപ്പൊ റേഡിയോയിലെ പ്രേമഗാനങ്ങളാണ് ഏറ്റവും ഇഷ്ടം. ഫുള്ളടിച്ചിട്ടും ബോധം പോകുന്നില്ല, അതിന്റെ കൂടെ ബിയർ അടിച്ചിട്ടും കിക്കില്ല.
കള്ളു കുടിച്ചിട്ടും ഉറക്കമില്ല. കണ്ണൊന്നടച്ച കിനാവില് നീ തന്നെ, വേറെ ആര് വരാനാ? ഇത് സൂപ്പറാ. നീ ഇതുവരെ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കാട്ടിലേക്ക് എങ്ങാനും പോയി എടാ, സംസാരിക്കും. പോടാ. ആ നിന്റെ കാര്യം കഴിഞ്ഞാൽ എന്നെ വേണ്ടല്ലോ. എന്തോന്ന്? എടി അതൊന്നുമല്ല പറഞ്ഞേ, ഞാൻ വേറൊരു സാധനം വെച്ചിട്ടുണ്ടല്ലോ. ടെട 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 ടെട. കണ്ടോ കണ്ടോ? എന്താ എഴുതി വെച്ചേക്കുന്നെന്ന് കണ്ടില്ലേ? നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. നന്നായിട്ടില്ലേ? ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടെ? എന്താ ഇതൊക്കെ? എന്തൊക്കെ നടക്കരുതെന്ന് വിചാരിച്ചോ അത് നടക്കാൻ പോവാന്ന് തോന്നുക. ഏയ് എന്താ ഇപ്പൊ പ്രശ്നം? ചുമ്മാ ഇരുന്ന് പിച്ചും പേയും പറയാതെ അവന് 2 കൊടുത്താൽ ശരിയാകും. ചത്തുപോയ നിന്റെ അളിയൻ ചോദിക്കാൻ വരുമോ? നമ്മുടെ കൺമുന്നിൽ വളർന്ന ചെറുക്കനല്ലേ. ഞാനൊരു വാക്ക് പറഞ്ഞ അവൻ അനുസരിക്കുമെന്നേ. ഷേ, അമ്മാവനൊന്നും ചുമ്മാതിരിക്കേ. അവനൊന്നും ആരെയും ബഹുമാനിക്കത്തില്ല. ആ കൊച്ചു കുഞ്ഞുമാമൻ സംസാരിച്ചില്ല, എന്നിട്ട് എന്തായി? എടാ, ആ കഥ ഈ കഥയും കൂടെ കൂട്ടിക്കുഴയ്ക്കാതെ. ആ മോടെ അവിടെ കാണിക്കും, എന്റെ അടുത്ത് കാണിക്കത്തില്ല. അന്നൊക്കെ പെമ്പിള്ളാരുടെ കേസിലെ DSP SP ഒക്കെ നടുങ്ങി വിറയ്ക്കുമായിരുന്നു. അറിയാവോ, പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണമെങ്കിൽ അവർ വീട്ടിൽ വന്ന് ഒപ്പിടിച്ചോണ്ട് പോവായിരുന്നു. എടോ, ഒന്ന് വിട്ടുകളാ. നീ എന്തിനാ അയാളടുത്ത് പോയി വളവളാന്ന് സംസാരിക്കുന്നേ? ഇത് നമുക്ക് വേറെ രീതിയിൽ നോക്കാം. എങ്ങനെ നോക്കുവന്നാ? പോലീസിൽ പരാതി കൊടുക്കുവോ? ടക്ക് ടക്കെന്ന് കാര്യങ്ങളോടും. എടാ, അവൻ എവിടാ ഉള്ളേ? ഒന്ന് നിർത്തടാ. ഏയ്, ഇങ്ങോട്ട് വാടാ. എടാ, നിന്റെ തുള്ളിച്ചൊന്ന് നിർത്തിക്കേ. എടാ, നീ കോടതിയിലും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങും. ആ കൊച്ചിന്റെ അവസ്ഥയോ? ആരുടെ കാര്യം? മുത്തുമണിയുടെ കാര്യം. ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യണ്ടേ? ഇതിൽ അങ്ങ് മാറണം. ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലടാ. ഇയാൾ എന്ത് കോപ്പായി പറയുന്നത്? എന്തോ വയ്യാവേലി ഒപ്പിക്കാനുള്ള പുറപ്പാടാ. ഇന്നെന്താ സ്പെഷ്യല്? ഞാൻ പറയുന്നത് കേട്ടോ, മര്യാദയ്ക്ക് വേണം എന്നോട് സംസാരിക്കാൻ. ഓ, തനിക്ക് എങ്ങനെ മര്യാദ തരും? തന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം. അടിയന്തരത്തിന് വെച്ച കാശെടുത്ത് കള്ളടിക്കുന്നവനല്ലേ. ഒന്ന് ചുമ്മാ തരികടാ. ഉള്ളത് പറയുമ്പോ എന്തിനാടോ ചൂടാവുന്നേ? പരമോയി, അടുത്ത് നിൽക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇവൻ ആളത്ര ശരിയല്ല. ഞാനെന്താടാ ശരിയല്ലാത്ത? നിന്റെ കൂടെ വെള്ളം ഒഴിക്കാത്തോ? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടാ? നീ എനിക്ക് വേണ്ടി എന്തുണ്ടാക്കിയെന്ന? അപ്പൊ എന്റെ അമ്മായച്ചനായിരുന്നല്ലേ? നീ ഓരോന്ന് എഴുതി ജയിലിൽ പോകുമ്പോ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്താ നീ കിടന്നോണ്ട് ആടാ ഒരുമാതിരി വർത്താനം പറയാ? എന്റെ മോന്തയ്ക്ക് തോന്നിയാണെന്ന് പറഞ്ഞാണല്ലോ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. എന്റെ വല്ലേ നേരായിട്ട് കേട്ടോണ്ടിരിക്കുക. അടി മേടിച്ചോണ്ട പോതുള്ളല്ലേ?
എന്താ വേണോ? ഞാനുള്ളപ്പോ നീ ചിറ്റപ്പന്റെ കഴുത്തറക്കുവോ? എടാ എന്തിനാണ് എന്നെ അവിടെ ഇരിക്കടാ, വെള്ളച്ചിലിറക്കല്. എണീക്കടാ. പരമു എന്തിനാടാ ശവന്തിനി ഇട്ട് ചവിട്ടുന്നത്? എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? എടാ കൊച്ചാപ്പിയെ ഒന്നും ഇങ്ങോട്ട് വന്നേടാ. ഒരു തോർത്തും തൂക്കിയിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിക്കോളും. പൊക്കോ. പോടാ. ഇനി ഒരിക്കലും ഇങ്ങനെ തനിച്ച് വരരുത്. വീട്ടിലാരെങ്കിലും വലിയ ആളുടെ കൂട്ടിക്കൊണ്ടോ? അയ്യോ ഞാനാണെങ്കിൽ അവളോട് ഇന്ന അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. അയ്യോ അയ്യോ അടിക്കടാ അവന്റെ തല മണ്ടയ്ക്ക്. ഇടിയടാ. അയ്യോ വേണ്ട. അയ്യോ പറയടാ, അല്ലല്ലെന്ന് പറയടാ. അയ്യോ തലവേദനയാ. ഉള്ള കഞ്ഞിവെള്ളവും കുടിച്ച് ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നാ പോരായിരുന്നോ? എപ്പ നോക്കിയാലും നാട്ടുകാരുടെ കൂടെ ഓരോ തോന്നിയാസത്തിന് പോകും. എന്റെ തലയെ കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുന്നു. ആ ഉമിയുടെ കൂടെ കുറച്ച് കല്ലിപ്പും കൂടി ചേർത്താ ഇടിച്ചെന്റെ ചതവൊക്കെ കുറച്ച് മാറിക്കിട്ടും. പിന്നെ കിടക്കാൻ നേരത്ത് ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ അവന്മാരുമായിട്ടുള്ള സഹവാസം വേണ്ടെന്ന്. എന്നിട്ട് വന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുന്നു. അടിച്ചത് മാത്രമല്ലാണ്ട് തലക്കിട്ട് നന്നായിട്ട് കുത്തിയിട്ടുണ്ടല്ലോ. അങ്ങോട്ട് നോക്ക്, ചോര ഒഴുകുന്നുണ്ട്. കൂടം കൊണ്ട് തലക്കടിച്ച പോലെ ഉണ്ടല്ലോടാ. ശരി, അത് വിട്. ചെറിയ കുട്ടികളെ പോലെ കരയാതെ. ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക. ഉച്ച മുതലേ നടന്നതോർത്ത് കരഞ്ഞോണ്ടിരിക്കുക. എന്തിനാ കരയുന്നത്? ധൈര്യമായിട്ടിരിക്കേട്ടാ. കണ്ണ് ഉടച്ചിട്ട് ഈ ഓറഞ്ച് ഒന്ന് പൊളിച്ച് തിന്നെ. ഒന്നും വേണ്ട. അവൻ അടിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ആ ചെറുക്കനെ വെച്ച് അടിച്ചു. അതാ എന്റെ മനസ്സിന് വേദന. അത് ഓർക്കുമ്പോ ചങ്ക് കത്തുക. അമ്മാവൻ ചുമ്മാരി. അമ്മാവന്റെ വേദന കുറയാൻ വേണ്ടി ഞങ്ങൾ അവനെ പോയി അടിച്ചിരിക്കും.